ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ തന്നെ കേട്ടോ. ഇതും രാവിലെ നീച്ച് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മദ്രസൊക്കെ ഉള്ള ദിവസം തന്നെ കേട്ടോ. ഇത് ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഞ്ഞിക്കുള്ള കഞ്ഞിയും വെച്ചിട്ടോ കുക്കറിൽ അപ്പം ചുട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ ഇസു സ്കൂൾക്ക് സോയാബീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇസുവിനെ മദ്രസക്ക് പോകണ വീഡിയോ ഇട്ടാ കണ്ടത്. അപ്പോൾ സൈക്കിൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോന് ഒന്നമ്മ വെറുതെ കയറിയിരുന്നതാണ്. അപ്പൊക്കെ ചുടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു സമയത്ത് തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഏകദേശം ആയി വന്നിക്കണു. പിന്നെ അതേപോലെ തന്നെ സോയാബീൻ ഞാൻ ഗ്യാസിൽ വെച്ചിക്കണം കേട്ടോ, ചെറിയ തീയിലാക്കിയിട്ട്. സ്നാക്സ് ആയിട്ട് എനിക്ക് വത്തക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഓറഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് ആക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വത്തക്കയും ഓറഞ്ചും പാടെ. അപ്പോൾ ഇനി ഇസുവിനെ സ്കൂൾക്ക് ചോറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചോറുക്ക് എപ്പോഴും എനിക്ക് എണ്ണയും വേണം, ഉപ്പും അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക്. അതാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് എപ്പോഴും അത് ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ അതേപോലെ സോയാബീനും ആയി വന്നിട്ടുണ്ട്. പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വെക്കുക കേട്ടോ. കാരണം കറക്റ്റ് പോയാലോ വിചാരിച്ചിട്ട്. പിന്നെ ഇസുവിനുള്ള ലഞ്ചും സ്നാക്സും വെള്ളവും ഒക്കെ ആക്കിയതിന് ശേഷം ഓനിക്കുള്ള എല്ലാതും ആക്കിട്ടോ. അങ്ങനെ ഇസു മദ്രസ വിട്ട് വന്ന് ഓന് ഡ്രസ്സൊക്കെ മാറ്റി ഓനെ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ബോട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒപ്പം കൊടുന്നതാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചൂടാക്കി. പിന്നെ അതേപോലെ നെയ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കുക കേട്ടോ. കറിയായിട്ട് വെച്ചിട്ട് കൊടുന്ന എനിക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ വേണ്ടി നിൽക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഹെസമോൾ എൻ്റെ കൂടെ അല്ല കേട്ടോ. ഓളിൻ്റെ വീട്ടിലാണ്. ഇന്നലെ രാവിലെ ഓള് പോയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അനിയന് കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറയണം. പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സമയത്ത് ഈ സ്കൂളിൽ വന്ന് എനിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹെസമോള് കരയാണ് പോരണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അനിയന് കോളേജ് വിട്ടിട്ട് അങ്ങനെ കൊടുന്നാക്കി തരണമെന്നാണ് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയമായപ്പോൾ വരെ ഓള് നിന്നില്ല, ഓള് കരയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പ കൊടുന്നാക്കുന്നുണ്ട് കേട്ടോ ഓട്ടോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ അതാണ് കാണുന്നത്. അവിടെ ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. ഹെസമോള് വന്ന് ഇറങ്ങാം കേട്ടോ. ഓളിങ്ങനെ കരയലൊന്നുമില്ല കേട്ടോ. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഇപ്പാക്കാണെന്നുണ്ടെങ്കിൽ ഓള് ഇപ്പം ലീവിന് വന്ന സമയത്ത് ഓള് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. കാരണം ഇസുവിൻ്റെ മദ്രസ് സ്കൂളായിട്ട് കൂടുതലായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹെസമോളെ ഇപ്പോൾ കൊണ്ടുപോയിക്കുന്നു ഓളെ കാണാനും ഓളെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ട്. പക്ഷേ ഓളാണെന്നുണ്ടെങ്കിൽ ഇപ്പാനെ കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ അവിടെ വല്ലാതെ നിൽക്കണില്ല കേട്ടോ. മറ്റേത് ഇന്നെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അനിയന് വരാനൊന്നും നിന്നില്ല കേട്ടോ. ഇപ്പം വേഗം ഓളെ കരച്ചില്ലാണ്ട് ഇപ്പോൾ വേഗം കൊടുന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് ഇവിടെ നിൽക്കാനാണ്, ഈസുവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തല്ലൂടി അങ്ങനെ കളിച്ചിനല്ലേ. അപ്പോൾ കുറച്ച് മുന്നേ ഒക്കെ ഓള് ഇന്നെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഓള് നിൽക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ വന്ന് ആദ്യം തന്നെ നോക്കണത് സൈക്കിളും കാര്യങ്ങളും കേട്ടോ. എൻ്റെ സൈക്കിൾ എവിടെയാണ് ചോദിക്കണത്. അപ്പോൾ അത് ഈസു എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഓൾക്ക് പറയാനായിട്ട് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഓരോന്ന് പറയാണ്. നല്ല സന്തോഷവും കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളും പറയുന്നുണ്ട് ഓള്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹെസമോളോട്, മമ്മനെ കാണാൻ പൂതിയായോ? അപ്പോൾ പറയണ്ട അല്ല മമ്മ അപ്പോൾ അതോൾ വാക്ക് മാറ്റുക കേട്ടോ. ഓരോന്ന് വേറെ നമ്മൾ ചോദിക്കണീനല്ല കേട്ടോ ഓള് ഉത്തരം പറയണത്. അങ്ങനെ ഓള് വന്നതിന് ശേഷം പിന്നെ ഞാൻ രാവിലേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ അരച്ച്
ഞാൻ റെഡിയാക്കി വെക്കട്ടോ. പിന്നെ കുറച്ച് നേരം മുറ്റത്ത് കൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മഗ്‌രിബ് വാങ്ക് കൊടുക്കാനായ സമയത്ത് രണ്ടാളും നല്ല കളിയിലാക്കാറ് കേട്ടോ. അപ്പോൾ ഞാനും അവളുടെ കൂടെ ഓലെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതുകൊണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഓന് പോയിട്ടോ പഠിച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഹെസമോളും മുറ്റത്ത് കൂടെ നടക്കുന്നേന്നു. പിന്നെ ബാങ്ക് കൊടുക്കാനായ സമയത്ത് ഞാൻ ഇസു പഠിച്ചാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇസു എടാ നീച്ച നീച്ച് 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 പഠിച്ചില്ല. പിന്നെ പഠിച്ചാ നീച്ച വാങ്ങ കൊടുത്തു നീച്ചേ. ഇത് ഞാൻ വീഡിയോയിലിടും, ഇത് യൂട്യൂബിലിടും. എനിക്ക് പഠിച്ചാൻ്റെ മിസ്സൊന്ന് കാണട്ടെ. പഠിച്ചാൻ പറഞ്ഞാണ്ടല്ലോ പുസ്തകം എടുത്തിട്ട് ഏറ്റവും ഉറങ്ങാനായിരിക്കാം വയ്ക്കാത്ത പുസ്തകം എടുത്തിട്ട് അത്ര കൂറ്റുണ്ട് എൻ്റെ ക്ഷീണേ. നീച്ച ഒരു നിസ്കരിച്ചോ? 1 മിനിറ്റും 2 മിനിറ്റും ഇല്ല. നീച്ചോ എന്ത് സ്കൂൾക്ക് പോണത്? സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ലേ? സ്കൂൾ പോയി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല. അത്ര സ്കൂളില്ലാത്ത ദിവസം എപ്പോഴും സ്കൂളാണ്. ഇച്ചൊന്ന് കുറച്ച് നേരം കഴിച്ചാണോ? ഇതല്ല എൻ്റെ വാക്ക്. അപ്പോൾ സ്കൂളുണ്ടാകുമ്പോൾ ഉറങ്ങാൻ പറ്റൂല. അത്ര ഈ സ്കൂളില്ലാത്ത സമയത്ത് എന്നോട് അതിന് ഉറങ്ങാൻ പറഞ്ഞത് എന്താ കാട്ടല്? കുറച്ചു നേരം കഴിച്ചിട്ടേ ഒരു തൊയിലുമില്ല. ഇന്ന് സ്കൂൾ എന്നിപ്പോൾ ഒന്ന് കളിച്ചാൻ കിട്ടിയപ്പോൾ ഒന്ന് ഉറങ്ങുക. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസൂനുള്ളത് ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഓന് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഓനക്ക് നല്ല ഉറക്കവും തലവേദനയും ക്ഷീണവും ഒക്കെ വരികയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ ആണ്. അങ്ങനെ രാവിലെ എണീറ്റ് വീണ്ടും അടുക്കളയിൽ പോകണം. സാധാ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഹസമോൾക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിക്രസായിട്ടൊക്കെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങൾ അത്യാവശ്യം നല്ല പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഹാളിൽ നല്ല പണി ഉണ്ടാക്കി തന്നിട്ടാട്ടോ ഓള് കളിക്കുന്നത്. എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിക്കണു ഹാളിൽ. പിന്നെ ഒരു സമയത്ത് തന്നെ ഇസുവിനെ മാറ്റി കൊടുക്കണ ഒരു സമയം കേട്ടോ. അപ്പോൾ ഇസു മദ്രസൊക്കെ വിട്ടന്ന് അവനെ സ്കൂൾക്ക് വേണ്ടിയിട്ട് മുടിയൊക്കെ വാർന്നു കൊടുത്ത് അവനെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഇതിന് ഇടയിൽ ഹെസമോള് പരത്തിയ സാധനങ്ങളൊക്കെ ഞാനും ഹെസമോളും ഇസുമ്പാടെ എടുത്തു വെച്ചിട്ടോ. ഹെസമോളോട് ഞാൻ എടുത്ത് വെക്ക്, എന്നാലേ ഉള്ളൂ എന്നെ കൊണ്ടുപോകുക ഇസുവിനെ ആക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. എവിടെ ഓൾക്ക് അങ്ങനെ ഒരു കൂട്ടം തന്നെയല്ലേ. ഓളതാ പോണു. പിന്നെ ഓൾക്ക് വേണ്ട സാധനങ്ങളും കയ്യിൽ പിടിച്ചിട്ട് ഞാനും ഇതും ഞാനും ഇതും തന്നെ കേട്ടോ എടുത്തേച്ച്. ഓള് 2 എണ്ണമൊക്കെ എടുത്തേച്ചിട്ട് ഓൾ അങ്ങനെ പോയി. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇസുവിനെ റോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇസുവിനെ റോഡ് തെറ്റാക്കി കൊടുത്ത് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഉച്ചക്കുള്ള ചോറ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ കൂട്ടാൻ മീനും പൊരിച്ചാൽ വിചാരിച്ചിട്ട് പിന്നെ അതിങ്ങനെ ക്ലീനാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മീൻ മസാല തിരുമ്പി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ മീൻ വെച്ചതിന് ശേഷം പോയിട്ടോ മസാലയൊക്കെ നാവട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ അങ്ങനെ വേഗം അടിച്ചു വരാൻ പോയി.
ചളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിച്ചു വാരിയിട്ടുന്നുള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ.